പ്രവാചകന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അത് ഇനാക്ക എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായി. ഇനാക്ക അറബ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഭിനിവേശത്തിന്റെ തീക്ഷണമായ അവസ്ഥ. അവർ ഈ പെണ്ണ് അത്ര സുന്ദരിയായിരുന്നു. പക്ഷെ ഇനാക്ക എന്ന പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ഇഷ്ടമായിരുന്നു, ഭയങ്കരമായ ഇഷ്ടം, അപാരമായ പ്രണയം. വേറൊരു പുരുഷന്മാരോട് അവൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പുരുഷനും അവളും തമ്മിൽ പ്രേമിച്ചു. ശരിക്കുള്ള ഒരു ഉത്തരമാണ് പറയുന്നത്, ഇനാക്ക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരുപാടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾക്കൊരൊറ്റ പുരുഷനെ ഇഷ്ടമുണ്ടായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചു. വിവാഹം കഴിക്കാതെ തന്നെ വമ്പിച്ച സ്നേഹവും ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ടവർ രണ്ടുപേരും തെറ്റ് ചെയ്തു, പഴച്ചു, വ്യഭിചരിച്ചു. ആ കാലത്താണ് തിരുദൂതർ ദൈവത്തുമായിട്ട് ഇറങ്ങുന്നത്. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തായിട്ട് ഇറങ്ങിയപ്പോ ഈ പുരുഷനെ നബി പറയുന്നത് എന്താന്ന് മനസ്സിലായി. നബിയുടെ പ്രസംഗം കേട്ടും ദീന് കേട്ടും ഈ പുരുഷൻ പ്രണയം നിർത്തിയിട്ട് അദ്ദേഹം നല്ല ഭക്തനായിട്ട് ജീവിക്കാൻ. പക്ഷെ അന്നും ഇനാക്ക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇയാളോടുള്ള ഇഷ്ടത്തിന് കുറവില്ല. അവിടെ എവിടെയോ ലോകത്തിന്റെ ഏതോ ഒരറ്റത്ത്, അതായത് മദീനയുടെ മറ്റൊരറ്റത്ത് അവൾ ഈ പുരുഷനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം യാദൃശികമായി ഇനാക്ക എന്ന് പറയുന്ന പെണ്ണും അന്ന് പ്രേമിച്ച പുരുഷനും തമ്മിൽ കണ്ടുമുട്ടുക. മക്കൾ നല്ലോണം ചിന്തിക്കൂ. കണ്ടുമുട്ടിയപ്പോ അവൾ ഓടി വന്നു. അവളുടെ അഭിനിവേശം കൊണ്ട് അവൾ ഓടി ഈ സഹാബിയെ കയറി പിടിച്ചപ്പോ പണ്ട് പ്രേമിച്ച് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട അത്രയും വലിയ ബന്ധവും പിന്നെ തോന്നിയാസവും ചെയ്ത അവൾ, ആ പുരുഷൻ അവളെ കുതറി ഓടി. അവളോട് പറഞ്ഞു, നീ വിചാരിച്ച ആളല്ല ഞാനിവിടെ മാറി, ഞാൻ മുസ്ലിമാണ്, ഞാൻ പ്രവാചകൻ അനുയായിയാണ്, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ കുതറി ഓടി. ആ ഓടുന്ന ഓടലിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും അവളെ കുറിച്ചുള്ള ചിന്ത വീണ്ടും എരച്ചു കയറുകയാണ്. കുറെ കാലം കാണാതിരുന്നാൽ നമുക്ക് എന്താവും? ബന്ധങ്ങൾ ഇല്ലാതാവും. കാണുമ്പോഴാണല്ലോ ബന്ധം ഉണ്ടാവും, കൂടുമ്പോഴാണ് ഇമ്പം ഉണ്ടാവുക. കുറെ കാലം പിരിഞ്ഞു, പക്ഷേ അവൾ കയറി പിടിക്കുകയും പഴയകാല ഓർമ്മകൾ വരികയും ചെയ്തപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഇനി അവളെ ഇസ്ലാമികമായിട്ട് കല്യാണം കഴിച്ചാൽ? അങ്ങനെ റസൂലിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, എന്റെ ജാഹലിയത്തിൽ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു, പ്രേമമായിരുന്നു. ഇപ്പൊ അവൾക്ക് എന്നോട് താല്പര്യമുണ്ട്, എനിക്ക് അവളോടുണ്ട്. ഞങ്ങൾക്ക് നല്ല നിലയ്ക്ക് കല്യാണം കഴിക്കാമോ? ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് സൂറത്ത് നൂർ അവതരിപ്പിച്ചു, 24-ാം അധ്യായം അവതരിപ്പിച്ചു. അതിൽ അല്ലാഹു പറയുന്നത്, പ്രേമിച്ചവർക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അർഹതയില്ല. പ്രേമിച്ചവർ തമ്മിൽ വിവാഹിതരാകുന്നത് ഇസ്ലാമിന് പാടില്ല. അതായത് അവരുടെ ബന്ധം തുടങ്ങിയത് പിഴവിലാണ്. അതിനെ സാധൂകരിക്കുക എന്നത് ധാർമ്മികത കൊണ്ട് സാധ്യമല്ല. ഏതുപോലെ ഒരാൾ വീടുണ്ടാക്കി മറ്റൊരാളുടെ പണം മോഷ്ടിച്ച് ഹറാമായ പണം കൊണ്ട് വീടുണ്ടാക്കിയാൽ ആ വീട്ടിൽ നിസ്കരിക്കുന്നു എന്നതുകൊണ്ട്, ആ വീട്ടിൽ ഒരു തിന്മയും നടക്കുന്നില്ല എന്നതുകൊണ്ട് ആ വീട് ഹലാലാവൂ? ഇല്ല.